മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുന്ന നാളിൽ പോലും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ യഹൂദികളെ പോലെ നസറാനികളെ പോലെ നിങ്ങളായി പോകരുത്. അവരുടെ പുണ്യാത്മാക്കളും നബിമാരും ഒക്കെ മരണപ്പെട്ടാൽ അവരുടെ ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റിയിരുന്നു എന്ന്. അവരുടേതായ ഖബറുകളെ പോയി മുത്തുകയും തടവുകയും അതിന്മേൽ പട്ടുമൂടുകയും അവരെ ആദരിച്ചുകൊണ്ട് അവരിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ വിളക്ക് കൊളുത്തുകയും ജാറം മൂടുകയും അവിടെയുള്ള കാണിക്കപ്പെട്ടിയിൽ നാണയത്തൊട്ടുകൾ ഇടുകയും അങ്ങോട്ട് പഴക്കുലകളും അതുപോലെ തന്നെ പച്ചക്കറികളും മൃഗസമ്പത്തിൽ നിന്ന് പല വിഹിതങ്ങളുമൊക്കെ അങ്ങോട്ട് നേർച്ചയും കാണിക്കയുമായി സമർപ്പിക്കലും തുടങ്ങി 100 കൂട്ടം ദുരാചാരങ്ങളിൽ നിന്ന് മഖ്ബറകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു മുസ്ലിയാർ 2 ദിവസം മുമ്പ് മരണപ്പെട്ടപ്പോൾ അയാൾ താമസിച്ചിരുന്ന വീടിന്റെ ഒരു റൂമിൽ അവിടെയുള്ള ടൈൽസ് പൊളിച്ച് അവിടെയാണ് അയാൾക്ക് ഖബർ ഒരുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങളുടെ പൊതുവെയുള്ള സമ്പ്രദായം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽക്ക് അവിടുന്ന് ഒരുപാട് ഖബറുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. മുസ്തഫായുടെ കാലം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ സലഫുസ് സാലിഹീങ്ങളുടെയും നടപടിക്രമം മരണപ്പെട്ടാൽ പൊതു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അഥവാ പൊതു മഖ്ബറകളിൽ കൊണ്ടുപോയി മറമാടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ എന്തേ വീട്ടിനകത്തായത് എന്ന സ്വാഭാവിക സംശയമുണ്ടാകും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ യഹൂദി നസറാനികളെ പോലെയാകരുത്. അവർക്ക് അള്ളാഹുവിന്റെ ശാപം കിട്ടി. എന്തേ ശാപം കിട്ടാൻ കാരണം? അവർ അവരുടെ നബിമാരുടെയും പുണ്യാത്മാക്കളുടെയും ഖബറുകൾ അവർ അത് മസാജിദുകളാക്കി മാറ്റി, ആരാധനാലയങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. അത് എന്റെ സമൂഹമേ നിങ്ങൾ ചെയ്യരുത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് ഭയപ്പെട്ടു. ആ ഭയപ്പാടില്ലായിരുന്നുവെങ്കിൽ അവിടുത്തെ ഖബറും വെളിമ്പ്രദേശത്ത് തന്നെ ഞങ്ങൾ ആക്കുമായിരുന്നു എന്നാണ് ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. അപ്പൊ അത് മറയുടെ ഉള്ളിലാക്കിയത് എന്തിനാ? ഇത് ഭയപ്പെട്ടത് കൊണ്ടാണ്. ഇന്ന് സ്വന്തം വീട്ടിൽ എന്തിനാ ഖബർ ഉണ്ടാക്കുന്നത്? വലിയ വരുമാന മാർഗമായിട്ട് അത് ഉണ്ടാവാനും ധാരാളക്കണക്കിന് അത് ഉയർത്തി കെട്ടിപ്പടുത്ത് അള്ളാഹുവിന്റെ റസൂല് ശപിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തന്റെ ഖബറിന്റെ മേൽ വേണം എന്ന നിലക്ക് തന്നെയാണ്. അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിലക്ക് ഖബർ കെട്ടിപ്പടുക്കാനും അതിന്മേൽ ജാറം മൂടാനും അവിടെ വിളക്ക് കൊളുത്താനും അവരോട് വിളിച്ച് സങ്കടം പറയാനും അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുവരെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അധപ്പതിച്ച ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖബറുമായി ബന്ധപ്പെട്ടുള്ള ദർഗാ വ്യവസായങ്ങൾ, ജാറ വ്യവസായങ്ങൾ സമൂഹത്തെ ശിർക്കിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. നമ്മളത് ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുകയും നമ്മുടെ ഈമാനിനെ, നമ്മുടെ മക്കളുടെ ഈമാനിനെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഈമാനിനെ സർവ്വശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് യഥാർത്ഥമായ ഈമാനിലും ഇസ്ലാമിലും ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് തന്നെ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്.